ഇതെന്ത് കപ്പളോ ഏതാ സൈസ്? ഇത് ഞാൻ പണ്ട് ഒരു കൊല്ലം ആകാൻ പോണു. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെച്ചൊരു കപ്പളാണ്. ഇത് എന്തോരം മുഴുപ്പ് വെക്കും? ഇത് ഏറ്റവും വലുതൊരു 2 കിലോ. 2 കിലോ. ഇതിന്റെ ഇടയ്ക്ക് ചെറുത് ഉണ്ടാവും. ഇതിനകത്ത് കുരു കുറവാന്നല്ലേ പറഞ്ഞു? കുരു കുറവാണ്. അപ്പൊ ആ കുരു പാകാൻ പറ്റുമോ? ഞാൻ ഇത് ഇന്നവരെ ഇതിന്റെ കുരു പാകി നോക്കിയിട്ടില്ല. ഞാൻ തൈ മേടിച്ച് നട്ടണം. കാരണം നമുക്ക് കണ്ടിട്ടുള്ളത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറെ ആയി കഴിയുമ്പോൾ ഇത് ഒടിഞ്ഞു പോവുകയോ ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ഇതൊക്കെ ഇട്ട് കമത്തി വെക്കുമല്ലോ, വെള്ളം ഇറങ്ങാറുണ്ട്. അതിനുശേഷം ശാഖകൾ പൊട്ടി കാണാറുണ്ട്. പക്ഷെ ഇതിലങ്ങനെ അല്ലാതെ തന്നെ ഉണ്ടാവും അല്ലേ? ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൈസ് മാറിയ കപ്പളമാണ്. ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പം അവിടെയുള്ള കപ്പളത്തിനും ഇതുപോലെ തന്നെ ഈ ഇങ്ങനെ 2 അടി പൊക്കം മുതൽ ഇങ്ങനെയൊക്കെ ശാഖകളുണ്ടാവും. എന്നിട്ട് അതേല് ഇതുപോലെ കപ്പളങ്ങ ഉണ്ടാവുകയും ചെയ്യും. ഇത് നട്ടിട്ട് എത്ര ആളായി? ഇത് നട്ടിട്ട് 1 വർഷമായി. 1 വർഷമായുള്ളൂ? 1 വർഷമായി. അത് ശരി. വളമല്ല ചെയ്തോ? വളം എന്ന് പറഞ്ഞാൽ ഈ പറമ്പിൽ അത്യാവശ്യം വളമുണ്ട്. പിന്നെ എനിക്ക് പശു വളർത്തലുണ്ട്, ആട് വളർത്തലുണ്ടായിരുന്നു. ഇതിന് ചാണകമൊക്കെ ഇട്ടിട്ടുള്ളൂ, അല്ലാതെ വേറെ അങ്ങനെ അധികം വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല. അത് ശരി. നനയ്ക്കാറുണ്ടോ? നനയ്ക്കും പലപ്പോഴും. വാടിപ്പോ ഞാൻ സമ്മതിക്കല. എനിക്ക് ഇവനെ ഒന്ന് കുറെ ആദായം കിട്ടേണ്ടതാണ്. ആദായം എന്ന് പറഞ്ഞാൽ വിൽക്കാനല്ല, നമ്മുടെ വീട്ടാവശ്യത്തിന് ഏറ്റവും നല്ലതല്ലേ. യാതൊരു വിധത്തിലുള്ള കപ്പളങ്ങാപ്പഴം എന്ന് പറഞ്ഞാൽ ദിവസം ഒരെണ്ണം വെച്ച് കഴിക്കണമെന്നുള്ളതാണ് നമ്മുടെ. ഇതിപ്പം വീട്ടില് ഇതിപ്പം 4 എണ്ണമായില്ലേ, അപ്പം ഒരു ദിവസം ഒരെണ്ണം വെച്ച് കഴിക്കാമല്ലോ. നമ്മൾ ഈ 10 പൈസ കൊടുത്ത് ആപ്പിളും മുന്തിരിയൊക്കെ മേടിച്ച് കഴിക്കും. ഞാൻ അങ്ങനെയുള്ള കഴിക്കുകയല്ലേ? അത് അതിനകത്ത് മുഴുവൻ വിഷമല്ലേ? ഇതൊന്നും ആലോചിച്ച് നോക്കി. ഒരു വിഷമില്ലാത്ത ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള ഫ്രൂട്ട് അല്ലേ? അതെ അതെ. കപ്പളങ്ങാപ്പഴം നല്ലതാണ്, വയറിന് നല്ലതാണ്. വയറിനും നല്ലതാണ്, എല്ലാ രീതിയിലും. ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിന്. ഒത്തിരി ഗുണങ്ങളുണ്ട്. ഡോക്ടർമാരാണേലും കപ്പളങ്ങാപ്പഴം കഴിക്കുന്നതിന് ഷുഗറുകാർക്ക് വരെ കഴിക്കാം. അതുപോലെ തന്നെ കപ്പളത്തിന്റെ മറ്റൊരു ഗുണം എന്നാന്നറിയാമല്ലേ? നമുക്ക് വലിയ അസുഖങ്ങളൊക്കെ വന്ന് നമ്മൾ ബുദ്ധിമുട്ടി കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇതിന്റെ ഇത് പിന്നെ റെസിൻസ് ഫോർ ഉണ്ടാകാൻ വേണ്ടി ഇതിന്റെ കുരിപ്പൊക്കെ തിന്നാറുണ്ട്. അതിനെപ്പറ്റി ഒന്നും വലിയ അറിവില്ല. അങ്ങനെയുണ്ട്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു സാധാ കർഷകനായോണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും ഇല്ല. നമുക്ക് റെസിൻസ് ഫോർ ഉണ്ടാകാനായിട്ട് നല്ലതെന്നാ പറയുന്നത്. അതെ അതെയല്ലേ. ഇപ്പൊ പുതിയൊരു അറിവാ ചേട്ടനെന്ന് കിട്ടിയ അറിവ് പുതിയതായിരുന്നു. ഇപ്പൊ അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി കിടക്കുന്ന അസുഖങ്ങളിലൊക്കെ ഒന്ന് കിടക്കുമ്പോൾ ഇതിന്റെ കാമ്പ് നല്ലതാണ്. അതെല്ലേ? അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനൊരു ദിവസം ഒരു കപ്പളങ്ങാപ്പഴം വെച്ച് ദിവസം കഴിക്കും. ഞാൻ തന്നെയല്ല കേട്ടോ, വീട്ടിൽ എടുക്കുമ്പം അതിന്റെ ഒരു പീസ് ഞാൻ കഴിക്കും. എന്നുവെച്ചാൽ എനിക്ക് അപ്പച്ചനുണ്ട്, അമ്മച്ചുണ്ട്, ഭാര്യ, 3 പിള്ളേരുണ്ട്. 3 പിള്ളേരും വീട്ടിലില്ല. എങ്കിലും ഉള്ളത് കൊണ്ട് എല്ലാവരും ഞങ്ങള് ഹാപ്പിയാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം കൃഷി ചെയ്തേ നമ്മളതിന്റെ വിളവെടുത്ത് കൊണ്ടുപോയി കഴിക്കാന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമല്ലേ? അതെ അതെ. മനസ്സിന് സന്തോഷം, ശരീരത്തിന് ആരോഗ്യം.